കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ രാത്രി വേളയിൽ ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ ഫിലിപ്പിയ ലേഖനത്തെക്കുറിച്ച് പഠിച്ചു വരുന്ന എപ്പിസോഡുകൾ, പ്രത്യേകിച്ച് അതിൻ്റെ 11ാം എപ്പിസോഡിലേക്കാണ് നാം വന്നുചേർന്നിരിക്കുന്നത്. ട്രിനിറ്റി ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ അനുഗ്രഹീതമായ നിലയിൽ നടത്തപ്പെടുന്ന ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ ഈ രാത്രി ദൈവവചനവുമായി, വിശിഷ്യ ഫിലിപ്പിയ ലേഖനത്തെക്കുറിച്ചുള്ള പഠനവുമായി കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ 11ാമത്തെ എപ്പിസോഡിൽ കഴിഞ്ഞ 10 എപ്പിസോഡുകളിലായി നാം ഈ ഫിലിപ്പിയ ലേഖനത്തിൻ്റെ പശ്ചാത്തലവും അപ്പോൾ തന്നെ അതിൻ്റെ ആമുഖ വാക്യങ്ങളും തുടർന്ന് പൗലോസ് പറഞ്ഞ ഫിലിപ്പിയരെ കുറിച്ചുള്ള ചില സന്ദേശങ്ങളുമൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓർപ്പിക്കുകയുണ്ടായി. ഏറ്റവും ഒടുവിലായി നാം ചിന്തിച്ചു വന്നത് പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഞാൻ ഓർപ്പിച്ചു. വിശിഷ്യ സമൃദ്ധിയായ സ്നേഹം അവരിൽ വർദ്ധിച്ചിട്ട് ഭേദാഭേദങ്ങളെ വിവേചിച്ചറിഞ്ഞ് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും നീതിയുടെ ഫലം നിറഞ്ഞവരുമായിരിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞ ആ ചിന്തകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത്. ആ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ക്ലാസ്സിലും എന്നെ ശ്രദ്ധിക്കുകയും ഇതിൽ സംബന്ധിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ വന്ദനം പറയുന്നു. വിശിഷ്യ ഈ മിനിസ്ട്രിയുടെ ചീഫ് അഡ്മിനായിരിക്കുന്ന തോമസ് എറിയാൻ സാറും മറ്റ് ഔദ്യോഗിക ഭാരവാഹികൾക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് കടക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. തുടർന്നുള്ള ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇപ്പോൾ റോമിലെ കാരാഗൃഹത്തിലാണ്. നമുക്കറിയാം, ഏതാണ്ട് 2 വർഷത്തോളം താൻ ആ തടവറയിൽ കഴിയുകയാണ്. ഏതാണ്ട് ഒടുവിലത്തെ സന്ദർഭത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഈ കാരാഗൃഹത്തിൽ താൻ ആയിരിക്കുമ്പോൾ തനിക്ക് ഭവിച്ചത് തൻ്റെ ജീവിതത്തിൽ നേരിട്ട് വലിയ പ്രതിസന്ധി താൻ പറയുകയാണ്. അത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം. വാസ്തവത്തിൽ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. സുവിശേഷം പ്രസംഗിച്ച് സ്വാതന്ത്ര്യമായി സന്തോഷത്തോടെ അനവധി ഇടങ്ങളിൽ സഭകൾ സ്ഥാപിച്ചു വരവേ തനിക്ക് നേരിട്ട ചില പ്രതിസന്ധികളുടെ മുൻപിൽ താൻ കൈസറെ അഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞ് ആ നിലകളിൽ കൈസറുടെ മുൻപിൽ തൻ്റെ കേസ് വിസ്തരിക്കപ്പെടുവാൻ അതിൻ്റെതായ നിലയിൽ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടതനുസരിച്ചാണല്ലോ റോമിൽ താൻ എത്തിച്ചേരുവാനിടയായി. റോമിലേക്ക് യാത്ര ചെയ്ത ആ യാത്രയെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. വളരെ പ്രതിസന്ധികൾ നിറഞ്ഞൊരു യാത്രയിലൂടെയാണ് പൗലോസ് റോമാപുരിയിൽ എത്തിച്ചേരുവാനിടയായത്. അപ്പോൾ തന്നെ തൻ്റെ കരങ്ങൾ ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരുന്നു എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. റോമിൽ വന്ന് താന് ഒരു തടങ്കൽ എന്നുള്ള നിലയിൽ ബന്ധിക്കപ്പെട്ടവനായി ആ റോമിലെ കാരാഗൃഹത്തിൽ കഴിയുമ്പോൾ താൻ പറയുകയാണ്, എനിക്ക് ഭവിച്ചത്
സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി എന്നുള്ളത് നിങ്ങൾ അറിയണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, പൗലൂസിൻ്റെ ജീവിതത്തിൽ താന് ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴും സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധി അഥവാ വ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. റോമൻ കാരാഗ്രഹത്തിൽ താന് അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് തന്നെ കാക്കുവാനുള്ള പടയാളികൾ ചെങ്ങലയിട്ട് ഏതാണ്ട് 6 മണിക്കൂർ വീതമാണ് ഓരോരുത്തരും തന്നെ സൂക്ഷിക്കുവാനായി വരുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നൊരു പദമുണ്ട്, അകമ്പടി പട്ടാളം എന്നവിടെ പറയുന്നുണ്ട്. പൗലൂസ് പറയുകയാണ്, അകമ്പടി പട്ടാളത്തിനെല്ലാം ആ വാക്യം അവിടെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും സഹോദരന്മാർ മിക്കപേരും എൻ്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിൻ്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. നോക്കണമേ, പൗലൂസ് പറയുകയാണ്, എൻ്റെ ബന്ധനങ്ങൾ അകമ്പടി പട്ടാളത്തിന് മുഴുവൻ ക്രിസ്തുവിനെ അറിയത്തക്ക നിലയിലുള്ള, ക്രിസ്തുവിനെ പരിചയപ്പെടുത്തത്തക്ക നിലയിലുള്ള ഒരു വലിയ വിടുതലിൻ്റെ ശുശ്രൂഷയായിരുന്നു എന്ന് പൗലൂസ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, കാരാഗ്രഹം സുവിശേഷത്തിൻ്റെ ഒരു വേദിയായി മാറുകയാണ്. ഇന്ന് സുവിശേഷത്തിൻ്റെ വേദികളിൽ പ്രസംഗികരുണ്ട്, വലിയ വലിയ സ്റ്റേജുകൾ കെട്ടി ബോക്സുകളൊക്കെ ക്രമീകരിച്ച് അതിൻ്റേതായ നിലയിൽ കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തില്ലെങ്കിൽ അവർക്ക് വലിയ പ്രയാസവുമാണ്. അങ്ങനെയാണ് പ്രസംഗം ഇന്ന് പൊടിപൂരം നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗികൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റിട്ട് മൈക്കുകാരനുമായിട്ട് വഴക്കുണ്ടാക്കുന്ന കണ്ടു. അതിൻ്റെ കാരണം പുള്ളിയുടെ സൗണ്ടിന് ചേരുന്നില്ല ഈ ശബ്ദം. പുള്ളി പലവട്ടം പറഞ്ഞതുപോലെ അങ്ങേർക്ക് അറിയാവുന്നത് പോലൊക്കെ തിരിച്ചു വെച്ചു. പക്ഷേ അത് പുള്ളിക്കത്ര പിടിക്കാതെ വന്നു. കാരണം സ്ഥിരം ഇങ്ങനെ പ്രസംഗിക്കുന്ന ആളുകളാകുമ്പോൾ അവരിങ്ങനെ പറഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ളൊരു ശബ്ദത്തിൽ വെച്ചെങ്കിലേ അവർക്കും ബോധിക്കുകയുള്ളൂ എന്നുള്ള നിലയിൽ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുക. ഏതായാലും ഒരു കാര്യം, ഇതൊന്നുമില്ലാതെ പരസ്യയോഗത്തിന് പോയി പ്രസംഗിക്കുന്ന ദൈവദാസന്മാരാണ് ഞങ്ങൾ. സ്തോത്രം. പണ്ടൊക്കെ സ്തോത്രം ഏറ്റുപറഞ്ഞും പ്രസംഗിച്ചുമൊക്കെ ഞാൻ ഒരു 42 വർഷങ്ങൾക്ക് മേലായി പരസ്യയോഗത്തിന് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. ഇന്നും ആഴ്ചയിൽ 2 ദിവസം കർത്താവിൻ്റെ വചനവും ഏന്തിക്കൊണ്ട് പല സ്ഥലങ്ങളിൽ പ്രസംഗിക്കുവാൻ കടന്നു പോകാറുണ്ട്. ദൈവ വചനം പ്രസംഗിക്കാറുണ്ട്. സ്തോത്രം. അത് പരസ്യമായി ചിലരേക്ക് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു ശുശ്രൂഷയായിട്ട് ചെയ്തിട്ടില്ല. ഇന്നൊക്കെയാണല്ലോ ഇങ്ങനെ ഫേസ്ബുക്കിലും ഒക്കെ ലൈവായി അതിനുവേണ്ടി തന്നെ പരസ്യവും നടത്തുന്ന ചില ആളുകളുണ്ട്. എന്നാൽ അങ്ങനെയല്ല. സ്തോത്രം. അനവധി ഇടങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരസ്യമായി കർത്താവിനെ സാക്ഷിക്കുവാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമായി ഇന്നും കരുതുകയാണ്. ഞാൻ പറഞ്ഞത്, സ്റ്റേജിലെ ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചവർ ചെയ്യട്ടെ, ചെയ്യരുതെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ കാരാഗ്രഹവും ഒരു സ്റ്റേജാക്കി മാറ്റിക്കൊണ്ട് അപ്പോസ്തലനായ പൗലൂസിലൂടെ ശക്തമായ ശുശ്രൂഷകൾ വെളിപ്പെടുവാനിടയായി തീർന്നു. പൗലൂസ് പറയുകയാണ്, എൻ്റെ അടുക്കൽ വന്ന അകമ്പടി പട്ടാളമുണ്ടല്ലോ, അവർക്കെല്ലാം ഒരു കാര്യം മനസ്സിലായി. എന്തോ മനസ്സിലായി? എൻ്റെ ചെങ്ങല അഥവാ ബന്ധനങ്ങൾ അത് ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് എല്ലാവർക്കും തെളിവായി മനസ്സിലായി. ഞാനൊരു കൊള്ളക്കാരനല്ല, ഒരു കള്ളനല്ല, അങ്ങനെ തോന്നിയ മാസം ജീവിച്ച ഒരു ജീവിതക്കാരനല്ല, ആ നിലകളിൽ ബന്ധിക്കപ്പെട്ട ഒരു ചെങ്ങലയല്ല എൻ്റേത് എന്ന് എൻ്റെ അടുക്കൽ വന്നിട്ടുള്ള സകല
പട്ടാളക്കാർക്കും തെളിവായി മനസ്സിലാക്കുവാനിടയായി തീർന്നു. എന്ന് പറഞ്ഞാൽ കാരാഗ്രഹം ഒരു സുവിശേഷത്തിൻ്റെ സ്റ്റേജാക്കി തീർത്തു. അവിടെ അനവധി ആളുകൾ കർത്താവിനെ തിരിച്ചറിഞ്ഞു, കർത്താവിൻ്റെ വചനം വിശ്വസിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, ഫിലേമോന്റെ ലേഖനം തന്നെ പൗലോസ് എഴുതുവാൻ മുഖാന്തരം കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഒരു ഒനോസിമോസിൻ്റെ മാനസാന്തരവും രക്ഷയുമാണ് എന്നുള്ളത് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഫിലോമോന്റെ ഭവനത്തിൽ നിന്ന് എല്ലാം എടുത്തുകൊണ്ട് ഓടിപ്പോയ ഒരടിമ പ്രത്യേകിച്ച് പൗലോസിന്റെ അടുക്കൽ വരികയും കാരാഗ്രഹത്തിൽ വെച്ച് മാനസാന്തരപ്പെട്ട് ഫിലേമോന്റെ അടുക്കലേക്ക് ഒനോസിമോസിനെ തിരിച്ചയക്കുന്ന ഒരു കത്തായിട്ടാണല്ലോ ഫിലോമോന്റെ ലേഖനം കാണുവാൻ കഴിയുന്നത്. ഞാൻ എടുത്തെന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ, കാരാഗ്രഹത്തിന്റെ ഉള്ളറകളിൽ അനവധി ഒനോസിമോസ്മാർ കർത്താവിനെ അറിയുവാനിടയായി തീർന്നു എന്നുള്ളത് പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധി അഥവാ സുവിശേഷത്തിനെതിരെയുള്ള പ്രതികൂലം ദൈവമക്കൾക്ക് തകർച്ചയല്ല തരുന്നത്. അത് സുവിശേഷത്തിൻ്റെ അനുഭവങ്ങളെ ഇല്ലാതാക്കിയല്ല ചെയ്യുന്നത്. പ്രതിസന്ധികൾ എവിടെയുണ്ടോ അവിടെ സുവിശേഷം ശക്തിയായി പടർന്ന് പന്തലിക്കുകയാണെന്നുള്ള കാര്യം ഇന്ന് ഈ രാത്രി വേളയിൽ ഈ ബൈബിൾ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഒരു റബ്ബർ പന്ത് എത്രത്തോളം താഴേക്ക് ആഞ്ഞെറിയുമോ അത്രയും അതിൻ്റെ ഇരട്ടി ശക്തിയോടെ മുകളിലേക്ക് ഉയരുന്നത് പോലെ സുവിശേഷ രണാങ്കണത്തിൽ അടിച്ചമർത്തപ്പെടുന്ന ദൈവമക്കൾ ആ നിലകളിൽ തകർക്കപ്പെടുമ്പോൾ, താഴ്ത്തപ്പെടുമ്പോൾ സുവിശേഷം അതിൻ്റേതായിരിക്കുന്ന പരാജയമല്ല, അതിശക്തിയോടുകൂടെ അത് മുകളിലേക്ക് ഉയരുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് ഒരു പഴയ പാട്ടുകാരൻ പാടിയ ഒരു പാട്ടിൻ്റെ അടികൾ പലപ്പോഴും ഞാനും പാടാറുണ്ട്. അടിയുടെ മുൻപിൽ, ഇടിയുടെ മുൻപിൽ തകരുകയില്ലേ മാർഗം, അടിച്ചമർത്താൻ നോക്കും തോറും അടിക്കടി ഉയരും ഈ സുവിശേഷം, അടിച്ചമർത്താൻ നോക്കും തോറും അടിക്കടി ഉയരും ഈ സുവിശേഷം. അടിയുടെ മുന്നിൽ തകരുന്ന മാർഗമല്ല ഇത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി. ശ്രദ്ധിക്കണമേ, സുവിശേഷം എന്നുള്ളത് പൗലോസിന്റെ അകത്ത് വലിയ ദർശനമായിരുന്നു. കർത്താവിനെ കുറിച്ച് അറിയിക്കുക, സുവിശേഷം, ആ ദർശനം പൗലോസിന്റെ അകത്ത് കത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണല്ലോ ഒരിക്കൽ പൗലോസ് പറഞ്ഞു, ഞാൻ റോമാപുരി വരെ പോകും. റോമിലെ വിശ്വാസികൾക്ക് താൻ ലേഖനം എഴുതുമ്പോൾ താൻ ഓർപ്പിച്ച ഒരു ഭാഗം നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ സ്പെയിനിലേക്ക് പോകും സുവിശേഷം അറിയിക്കാൻ. യെരുശലേം മുതൽ ഇന്നൂരിയ ദേശം വരെ ഞാൻ പൂരിപ്പിച്ചു. ഇനി എനിക്ക് സ്പെയിനിലേക്ക് പോകണം. ആ പോകുന്ന വഴിയിൽ ഞാൻ റോമിലും വരും. സ്തോത്രം. സുവിശേഷത്തോടുള്ള തൻ്റെ അധമ്യമായ ആഗ്രഹം യേശുവിനെ ഈ വലിയ പട്ടണത്തിൽ റോമിൽ ഉയർത്തി കാണിക്കണമെന്നുള്ള തൻ്റെ തീരാത്ത ആഗ്രഹം, സമർപ്പണമാണ് പൗലോസിൻ്റെ അകത്തുണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒന്നുകൂടെ ഞാൻ എടുത്തു പറഞ്ഞാൽ, ഒരു വലിയ വേദപണ്ഡിതനായ ഒരു ചിന്തകനായ മനുഷ്യൻ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഞാൻ ഈ ക്ലാസ്സിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ചിന്തയിലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, നിങ്ങൾ ഒന്നെങ്കിൽ ഒരു മിഷണറിയോ അല്ലെങ്കിൽ ഒരു വേലസ്ഥലമോ ആണ്. എന്നിട്ട് പറയുകയാണ്, മറ്റൊരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തു സഹിതരെല്ലാവരും, മിഷണറിമാരും ക്രിസ്തുരഹിതരെല്ലാവരും വേദസ്ഥലങ്ങളുമാണ്. ക്രിസ്തു ഉള്ളവരെല്ലാം ആരാണ്? മിഷണറിമാരാണ്. ക്രിസ്തുവിനെ വഹിക്കുന്നവരെല്ലാം ക്രിസ്തുവിൻ്റെ മിഷണറിമാരാണ്. ക്രിസ്തുവില്ലാത്തവൻ ഒരു വേലസ്ഥലമാണ്. ക്രിസ്തുരഹിതൻ ഒരു വേലസ്ഥലമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്നെങ്കിൽ നിങ്ങൾ ഒരു മിഷണറിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വേലസ്ഥലമാണ്. ക്രിസ്തു ഉള്ള നിങ്ങൾ ആരാ?
ഒരു മിഷനറിയാണ്. ക്രിസ്തീയ ദർശനം അകത്ത് കത്തുന്ന ഒരു മിഷനറിയാണ് ക്രിസ്തു സഹിതൻ, ക്രിസ്തു ഉള്ളവൻ. എന്നാൽ ക്രിസ്തുവില്ലാത്തവനോ ആമേൻ ഒരു വേലസ്ഥലമാണ്, ഒരു പ്രവർത്തന ഇടമാണ്. ക്രിസ്തുവിനെ കൊടുക്കത്തക്ക നിലയിൽ ഒരു പ്രവർത്തന വേലസ്ഥലമാണ് ക്രിസ്തുവില്ലാത്തവൻ എന്ന് നമുക്ക് ഒരു മിഷണറി പറഞ്ഞത്, ഒരു ദൈവദാസൻ പറഞ്ഞത് ഞാൻ ചിന്തിക്കുവാനിടയായി. ഞാൻ പറഞ്ഞത് ആ നിലകളിൽ അനവധി വേലസ്ഥലങ്ങൾ, കോട്ടയമെന്നോ കോഴഞ്ചേരിയെന്നോ പത്തനംതിട്ടയെന്നോ തൃശ്ശൂരെന്നോ എന്നല്ല ഞാൻ പറഞ്ഞത്. ക്രിസ്തുവില്ലാത്തവരെല്ലാം ആമേൻ ഒരു വേലസ്ഥലമാണ്. ക്രിസ്തുവിനെ കൂടാതെ യാത്ര ചെയ്യുന്നവനെല്ലാം, അവൻ്റെ ആകമെല്ലാം ഒരു വേലസ്ഥലമാണ്. അവിടെയെല്ലാം വിതറേണ്ടത് കർത്താവിനെയാണ്. ക്രിസ്തു ഉള്ളവനാരാ? അവൻ ഒരു മിഷണറിയാണ്. എന്തിനു വേണ്ടി? ക്രിസ്തുവിനെ കൊടുക്കാൻ, ക്രിസ്തുവിനെ പ്രദാനം ചെയ്യാൻ. ഈ ഒരു കാഴ്ചപ്പാട് ആർക്കുണ്ടായിരുന്നു? പൗലൂസിനുണ്ടായിരുന്നു. അതാ ഞാൻ ഈ പറഞ്ഞു വന്നത്. പൗലൂസിനുണ്ടായിരുന്നു. റോമാപുരി വരെ എത്തുവാൻ താൻ ആഗ്രഹിച്ചു സുവിശേഷത്തോടുള്ള കാഴ്ചപ്പാടിൽ. പക്ഷേ നമുക്കറിയാം, താൻ ആഗ്രഹിച്ചത് ഒരു സുവിശേഷകനായി പോകണമെന്നായിരുന്നു. സാഹചര്യവശാൽ നമുക്കറിയാം, ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായിട്ടാണ് പൗലൂസ് അവിടേക്ക് പോകുവാൻ ഇടയായിത്തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. പൗലൂസ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായം 11-ാം വാക്യം വായിച്ചാൽ കാണുവാനായിട്ട് കഴിയും. ഒരു സുവിശേഷകനായിട്ട് പൗലൂസ് പോകുവാൻ ആഗ്രഹിച്ചു. എങ്കിലും രാജ്യദ്രോഹം കുറ്റം ചുമത്തപ്പെട്ടവനായി ചെങ്ങല ധരിച്ച ഒരു തടവുകാരനായിട്ടാണ് അദ്ദേഹം ഇറ്റലിയിലുള്ള റോമിൽ എത്തിച്ചേർന്നത്. സ്തോത്രം. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വിചാരങ്ങളും വഴികളും മനുഷ്യന്റെ വഴികളിൽ നിന്ന് വിഭിന്നമാകുകയാണ്. പൗലോസിനുണ്ടായ അനുഭവത്തെക്കുറിച്ച് ദീർഘമായൊരു അനുഭവ സാക്ഷ്യം വേണമെങ്കിൽ പൗലോസിന് എഴുതാമായിരുന്നു, പറയാമായിരുന്നു. ഇത്രയും ദീർഘമായൊരു അനുഭവം പറയാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ആര്? പൗലോസ്. എന്നാൽ പൗലോസ് ഒറ്റ വാക്കിൽ അത് ചുരുക്കുന്നു. അതാ സന്തോഷം. തൻ്റെ അനുഭവങ്ങളെല്ലാം കൂടെ ആക്കി അഴിച്ച് ഒറ്റ വാക്കിൽ പൗലോസ് ചുരുക്കിയിട്ട് പറയുകയാണ്, അന്ന് ഞാൻ റോമിൽ നിന്ന് പോന്നപ്പോൾ കപ്പലിൽ ഇന്ന ഛേദമുണ്ടായി, അല്ലെങ്കിൽ ഇന്നതൊക്കെ സംഭവിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പൗലോസ് അതിനെക്കുറിച്ച് ആധികാരികമായി പല കാര്യങ്ങൾ പറയാമായിരുന്നു. ഇന്നതൊക്കെയാണ്, ഇന്നതുപോലെയാണ്, ഇതൊന്നും പറയുന്നില്ല. പൗലോസ് തൻ്റെ ഈ ദീർഘമായ അനുഭവങ്ങളും തനിക്ക് ഭവിച്ചതായിരിക്കുന്ന കെടുതികളും കേടുകളും എല്ലാം കൂടെ ഒറ്റ വാക്കിൽ നിർത്തുന്നു. എനിക്ക് ഭവിച്ചത് യഥാർത്ഥത്തിൽ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി എന്ന് സംക്ഷിപ്തമായി താൻ പറഞ്ഞു നിർത്തുകയാണ്. അതാണ് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നേരിട്ട് താൻ സഹിച്ച കഷ്ടങ്ങൾ, താൻ സഹിച്ച വ്യതകൾ, താൻ സഹിച്ച വേദനകൾ, അതെല്ലാം നമുക്ക് പ്രവൃത്തികളുടെ പുസ്തകം പഠിക്കുമ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. പൗലോസിനെ പ്രത്യേകിച്ച് യെരുശലേമിൽ വെച്ച് ഒരു പ്രാദേശിക വിപ്ലവകാരി എന്നുള്ള നിലയിൽ വ്യാജ ആരോപണങ്ങൾക്ക് വിധേയനാക്കി നിയമവിരുദ്ധമായി റോമൻ സൈന്യാധിപൻ അറസ്റ്റ് ചെയ്തു. ഒടുവിൽ താൻ ഒരു റോമൻ പൗരനെന്നറിഞ്ഞതിനാലും അദ്ദേഹം കൈസറെ അഭയം ചൊല്ലിയതിനാലും ഒരു തടവുകാരനായി വിസ്താരത്തിനായി റോമിലെത്തിച്ചു. പക്ഷേ സുവിശേഷത്തിന്റെ മാർഗദർശകൻ ആ നിലയിൽ അത് സുവിശേഷത്തിന്റെ ഒരു ജൈത്രയാത്രയായിരുന്നു എന്ന് അന്നത്തെ ലോകം അറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു തടവറയിലെ തടവുകാരനെ പോലെ ഈ മനുഷ്യനെ പട്ടാളക്കാരുടെ നടുവിലൂടെ കപ്പൽ യാത്രയൊക്കെ ചെയ്ത് ഈ റോമിലെത്തിക്കുമ്പോൾ ഇത് സുവിശേഷത്തിൻ്റെ ഒരു ജൈത്രയാത്രയാണെന്ന് അന്നത്തെ ലോകം അറിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. പൗലോസ് റോമിലെത്തിയതോടെ സുവിശേഷം റോമാപുരിയിൽ പടർന്ന് കത്തുവാൻ തുടങ്ങി.
സുവിശേഷം റോമാപുരിയിൽ പടർന്ന് കത്തുവാൻ തുടങ്ങി. പൗലോസിനെ ഒരു തടവറയിലാണ് ആക്കിയതെങ്കിലും എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി. വിശ്വാസികൾക്ക് നേരിടുന്ന കഷ്ടതകളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തടവറകളും വേദനകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് അതിനകത്ത് ചില പദ്ധതികളുണ്ട്. ഞാൻ അതിനെ 4 ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ആ ഭാഗം ഒന്ന് പഠനത്തിനായി നിങ്ങളെ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഒരു വിശ്വാസിക്ക് നേരിടുന്ന പ്രതിസന്ധിയിൽ ദൈവത്തിനുള്ള പദ്ധതി 4 പ്രധാനമായി നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. 1, വിശ്വാസികൾ സ്വന്തം ജീവിതത്തിലെ പാപങ്ങളെ സ്വയശോധന ചെയ്ത് ന്യായം വിധിക്കാത്തത് കൊണ്ട് കഷ്ടത നേരിടാം. അവരവരുടെ ജീവിതത്തെ ഒന്ന് സ്വയശോധന ചെയ്ത് അകൃത്യങ്ങളും പാപങ്ങളും കണ്ടുപിടിച്ച് നാം നമ്മെ തന്നെ ന്യായം വിധിക്കുന്നില്ലെങ്കിൽ 1 കൊരിന്ത്യർ 11:31-32 എന്ത് സംഭവിക്കാം? ന്യായവിധിയോ കഷ്ടതയോ ആ നിലകളുള്ള ബാലശിക്ഷകളോ ഒക്കെ ദൈവം അനുവദിച്ചു എന്ന് വരാം. എന്തിനാ? നമ്മുടെ ജീവിതത്തെ കണ്ടുപിടിച്ച് സ്വയശോധന ചെയ്ത് നമ്മെ തന്നെ ക്രമീകരിക്കുവാൻ, പാപങ്ങളുടെ ഏതെങ്കിലും മറവിടങ്ങളിൽ നാം ഒളിഞ്ഞിരിക്കുന്നെങ്കിൽ അത് കണ്ടുപിടിച്ച് ശുദ്ധീകരണത്തോടെ മടങ്ങി വരുവാൻ ദൈവം എന്ത് ചെയ്യുന്നു? നമ്മുടെ ജീവിതത്തിൽ കഷ്ടത അയക്കുന്നു, ന്യായവിധി അയക്കുന്നു, ദൈവത്തിൻ്റെ കരമിടപെടുന്നു എന്നുള്ളത് ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. 2, കഷ്ടത ആത്മീയമായി ഉന്നതമായ അനുഭവങ്ങളിലേക്കും സ്വഭാവ രൂപവൽക്കരണത്തിലേക്കും നമ്മെ നയിക്കുന്ന ഒന്നാകുന്നു. കഷ്ടത എന്ന് പറയുന്നത് ആത്മീകമായി നമ്മെ വളർത്തുന്നതാണ്, തളർത്തുന്നതല്ല. ഒരു ദൈവവചനെ സംബന്ധിച്ചുള്ള അവനെ വളർത്തുന്നതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ അവൻ്റെ സ്വഭാവത്തെ, അവൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതാണ് കഷ്ടത. അതിന് ദൈവവചനത്തിൽ അനവധി തെളിവുകൾ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. റോമാലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നല്ലോ, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. കണ്ടോ? കഷ്ടതയാണ് സഹിക്കുവാനുള്ള സഹിഷ്ണുത നമ്മെ പഠിപ്പിക്കുന്നത്. സഹിഷ്ണുതയുടെ പാഠം പഠിപ്പിക്കുക. അത് സിദ്ധതയിലേക്ക് വരുന്നു, അത് വലിയ പ്രത്യാശയിലേക്ക് നമ്മെ നടത്തുന്നു. കഷ്ടത ദൈവവചനത്തിലെ തകർച്ചയല്ല കുറിക്കുന്നത്, പ്രതിസന്ധി അവനെ തകർക്കുകയല്ല, അവനെ കഷ്ടതയിലൂടെ വളർത്തിയെടുത്ത് കഷ്ടത സഹിഷ്ണുത, സഹിഷ്ണുത സിദ്ധത, സിദ്ധത പ്രത്യാശയിലേക്ക് നയിക്കുന്നതാണ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. 3, കഷ്ടത വിശ്വാസികളുടെ ജീവിതത്തിൽ പാപത്തെ തടയുന്നതിന് ദൈവം നൽകുന്ന ഒരു മുഖാന്തരമാകുന്നു. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന 2 കൊരിന്ത്യർ 12:7-9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സവിസ്താരമായി വിസ്തരിക്കുവാനുള്ള സമയം എൻ്റെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് ആമേൻ, ഞാൻ ആ വാക്യഭാഗം അങ്ങനെ വിഷയം പറഞ്ഞങ്ങ് വിടുകയാണ്. ആമേൻ. എന്താ അവിടെ ചിന്തിക്കുന്നത്? കഷ്ടത വിശ്വാസികളുടെ ജീവിതത്തിൽ പാപത്തെ തടയുന്നതിന് ദൈവം നൽകുന്ന ഒരു മുഖാന്തരമാകും. കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴാണ് ശുദ്ധീകരണം, പാപ ജീവിതത്തിൽ നിന്ന്, പാപ സ്വഭാവത്തിൽ നിന്ന് ശുദ്ധീകരണത്തോടെ ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നത് എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. 4, വിശ്വാസികളുടെ സാക്ഷ്യത്തിനും സഫലതയുടെ വർദ്ധവിനുമായി ദൈവം ചിലപ്പോൾ കഷ്ടത നൽകാറുണ്ട്. നമുക്കറിയാം, ജീവിതത്തിൽ യോബിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ. കഷ്ടതയിലൂടെ കടന്നുപോയത് കൊണ്ട് തകർച്ചയിലെത്തുകയായിരുന്നില്ല, മറിച്ച് ഇരട്ടി അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കത്തക്ക നിലയിൽ ജോബിനെ ദൈവം അനുഗ്രഹിച്ചതായി കാണുവാനായിട്ട് കഴിയും. തൻ്റെ സാക്ഷ്യത്തിൻ്റെ സഫലതയും തൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചകളുമൊക്കെ കഷ്ടതയുടെ നടുവിൽ പിടിച്ചു നിന്നത് മുഖാന്തരം. കഷ്ടങ്ങളിൽ തകരുകയല്ല, തൻ്റെ ദൈവം ആരാണെന്നറിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും, എല്ലാം തീർന്നു പോയപ്പോഴും,
എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുള്ള ബോധ്യത്തോടുകൂടെ കഷ്ടതയുടെ നടുവിൽ ഉറച്ചു നിന്ന ജോബിനെ സംബന്ധിച്ച് അവൻ്റെ സാക്ഷ്യത്തിൻ്റെ പൂർത്തീകരണവും സഫലതയും അവൻ്റെ ജീവിതത്തിൻ്റെ വിടുതലുകളുമൊക്കെ നടക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാൻ കഴിയുന്ന പാഠമാണ്. ഞാൻ പറഞ്ഞ 4 കാര്യങ്ങളാണ്. അവൻ പഠനത്തിന് വിധേയമാക്കുന്ന, പഠിക്കുന്ന, ചിന്തിക്കുന്നവർക്ക് ആ കാര്യങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് കഴിയും. ആ നിലകളിൽ സ്തോത്രം പൗലോസ് സഹിച്ച കഷ്ടതകളുടെ പട്ടിക 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് കേട്ടോ. പൗലോസ് സഹിച്ച കഷ്ടതകളുടെ ഒരു വലിയ പട്ടിക. കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, പലവട്ടം പട്ടിണി, ഉപവാസം എന്ന് വേണ്ട ഇല്ലായ്മയും വല്ലായ്മയും ഇതൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പറയുകയാണ്, ദിവസേന സർവ്വസഭകളെ കുറിച്ചുള്ള ചിന്താഭാരമെന്ന തിരക്കും തനിക്കുണ്ട്. ഈ നിലകളിൽ ഒത്തിരി വ്യതകളും വേദനകളും അനുഭവിച്ച ഒരാളായിരുന്നു പൗലോസ്. എന്നാൽ അവിടം കൊണ്ടൊന്നും തകർന്നു പോയില്ല. സുവിശേഷത്തിൻ്റെ ശക്തിയേറിയ ദർശനം തന്നെ റോമാപുരിയിലേക്ക് നടത്തിയതല്ലേ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാരാഗൃഹത്തിൻ്റെ അകത്തലങ്ങളിൽ തൻ്റെ കൈയോട് ചേർത്ത് ചെങ്ങലയിട്ട് ബന്ധിക്കപ്പെട്ട് 6 മണിക്കൂർ ഒരു പടയാളി ഒരു ദിവസം തന്നോട് കൂടെ ഇരിക്കും. ഈ 6 മണിക്കൂറിൽ പൗലോസ് എഴുതുന്ന ലേഖനം അദ്ദേഹം ശ്രദ്ധിക്കും. പൗലോസ്, തിമോത്തിയോസ്, എന്ന് വേണ്ട ഇവരെ ലേഖനത്തെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും ആത്മീയ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നത് ഈ പടയാളി ശ്രദ്ധിക്കും. പോരാ, ഒന്നുകൂടെ പറയാം, ഈ പടയാളിയോട് നേരിട്ട് പൗലോസ് സംസാരിക്കും. താൻ ഇവിടെ ആയിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്, താൻ ഈ ചെങ്ങല ധരിച്ചതിൻ്റെ കാരണം എന്താണ്. ഈ 6 മണിക്കൂർ ഈ പടയാളിയുമായി പൗലോസിനെ സംസർഗം പുലർത്തുവാനൊരു അവസരം ലഭിക്കുമ്പോൾ ശക്തമായ ഭാഷയിൽ പറയട്ടെ, അദ്ദേഹം ആ പടി ഇറങ്ങുന്നത്, കാരാഗ്രഹത്തിൻ്റെ പടി, തൻ്റെ ഔദ്യോഗിക ജോലി കഴിഞ്ഞിറങ്ങുന്നത് യേശുവിനെയും കൊണ്ടായിരിക്കും. 6 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, കുറഞ്ഞതൊരു 4 പേരെ ഒരു ദിവസം ഞാൻ കണക്ക് കൂട്ടുന്നു. 10,000-കണക്കിന് സ്തോത്രം പട്ടാളക്കാരുള്ള, പ്രത്യേകിച്ച് സ്തോത്രം അംഗങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ കൂട്ടമാണ് ആര്? ഈ പട്ടാളത്തിൻ്റെ അകമ്പടി പട്ടാളം എന്ന് പറയുന്നത്. 10,000-കണക്കിന് ആളുകളുണ്ടെന്ന്. ആ പട്ടാളത്തെ തിബിരിയോസ് എന്ന് പറയുന്ന ചക്രവർത്തിയാണ് അതിനെ സംഘടിപ്പിച്ചതെന്നും അതിൻ്റെ പാഠങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഏതായാലും ഒരു കാര്യം, 6 മണിക്കൂർ പൗലോസിനോട് ചേർന്ന് ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ഒരു പടയാളി കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് യേശുവിനെയും കൊണ്ടാണ്. അതിൻ്റെ കാരണം ആ കാരാഗ്രഹം ഒരു സ്റ്റേജാക്കി മാറ്റിക്കൊണ്ട് യേശുവിനെ പൗലോസ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അനവധി അകമ്പടി പട്ടാളത്തിലുള്ളവർക്ക് യേശുവിനെ തിരിച്ചറിയുവാൻ, തൻ്റെ ചെങ്ങല, തൻ്റെ ബന്ധനം എന്താണ്? അത് സുവിശേഷ നിമിത്തമാണ്, യേശു ക്രിസ്തു നിമിത്തമാണ് താനിത് സഹിക്കുന്നതെന്ന് അനവധി ആളുകൾ, പട്ടാളക്കാർ തിരിച്ചറിയത്തക്ക നിലയിൽ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയായി തീർന്നു എന്നുള്ളത് പൗലോസ് ഫിലിപ്പിയരോട് പറയുകയാണ്. എടുത്തു പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. പട്ടാളക്കാർ ഈ സത്യം അറിഞ്ഞു എന്ന് മാത്രമല്ല, അവിടെ പൗലോസ് പറയുന്ന ഒരു പദം കൂടെ എനിക്ക് സന്തോഷം തോന്നി. അവിടെ പൗലോസ് പറയാണ്, സഹോദരന്മാർ മിക്കപേരും, 14-ാം വാക്യം, എൻ്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിൻ്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനികയും ചെയ്തിരിക്കുന്നു. കണ്ടോ, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ സഹോദരന്മാർ പൗലോസ് കാരാഗ്രഹത്തിലായല്ലോ, സുവിശേഷം പോയല്ലോ എന്ന് പറഞ്ഞ് കിടക്കുകയല്ല, ഇരിക്കുകയല്ല. ഞങ്ങളുടെ ലീഡറായിരിക്കുന്ന, ഞങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ശക്തനായ കർത്തൃദാസൻ കാരാഗ്രഹത്തിൻ്റെ ഇരുണ്ട മറവിലും ശക്തിയോടുകൂടെ ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് ഈ പുറത്ത് സ്വാതന്ത്ര്യമുള്ള ഞങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? സഹോദരന്മാർ ധൈര്യത്തോടെ അങ്ങോട്ട് ഇറങ്ങിയെന്നേ, ധൈര്യത്തോടെ അങ്ങോട്ട് ഇറങ്ങി റോമിലുള്ള മുക്കിലും മൂലയിലും യേശുവിനെ പ്രസന്റ് ചെയ്യാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് കാരാഗ്രഹത്തിനകത്ത്. പുള്ളി ചുമ്മാ ഇരിക്കുകയല്ല, പുള്ളി ദിവസം തോറും 5-6 പേരെ രക്ഷിക്കപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ദിവസം തോറും വിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ദിവസം തോറും കാരാഗ്രഹത്തിൽ നിന്നുകൊണ്ട് ലേഖനം എഴുതിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ധൈര്യത്തിനും പ്രത്യാശയ്ക്കും
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന ലേഖനങ്ങൾ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്വാതന്ത്ര്യത്തോടെ രാവിലെ പൊറോട്ട അടിച്ച് ഉച്ചയ്ക്ക് നല്ല ചാപ്പാടും കഴിച്ച് സ്വതന്ത്ര സുഖകരമായി കഴിയുന്ന ഞങ്ങൾ എങ്ങനെ അടങ്ങിയിരിക്കും? അടങ്ങിയിരിക്കാൻ പറ്റുകയില്ലേ? കാരാഗ്രഹത്തിൽ കിടക്കുന്ന പുള്ളി തീ കണക്കെ ജ്വലിച്ച് പ്രകാശിക്കുമ്പോൾ സഹോദരന്മാർ പറഞ്ഞു, ഞങ്ങൾ എഴുന്നേൽക്കുക, യേശുവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ അവർ ധൈര്യം പ്രാപിച്ചു എന്ന്. ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് പോലെ അല്പം ഭാരം തോന്നിക്കാണും. പൗലൂസ് റോമിലെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് കിടന്നപ്പോൾ അതേ നിരാശനാണോ, പ്രയാസം അനുഭവിക്കുന്നുണ്ടോ, ഭാരമുണ്ടോ എന്നൊക്കെ ഒരു അല്പം പ്രയാസം ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ അവർക്കൊന്നറിയാം, ഫിലിപ്പിയിലെ സഭ സ്ഥാപിച്ച സന്ദർഭത്തിൽ കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളക്കി വാതിലൊക്കെ തുറന്ന് അതിനകത്ത് അത്ഭുതങ്ങൾ ചെയ്തൊരു ദൈവത്തെ അവർ നേരിട്ട് കണ്ടതാ. സ്തോത്രം. ഫിലിപ്പിയ പട്ടണം കണ്ടതാ, ജയിൽ പ്രമാണി കണ്ടതാ. സ്തോത്രം. എന്തിനു പറയണം, ജയിൽ സൂപ്രണ്ടൊക്കെ മാനസാന്തരപ്പെടാൻ മുഖാന്തരമായത് അതല്ലേ? കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളക്കിയ ദൈവം. സ്തോത്രം. ഒന്നുകൂടെ പറയട്ടെ, ആ ദൈവം റോമയിലും ഉണ്ടെന്ന് സഹോദരന്മാർ ധൈര്യം പ്രാപിച്ചു. ആമേൻ. എങ്കിലും പൗലോസ് പറയുക, നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ അല്പ നിരാശയൊക്കെ തോന്നിക്കാണും. ഞാൻ കാരാഗ്രഹത്തിലാണല്ലോ, ദീർഘദിവസങ്ങളായി. ആമേൻ. ആ റോമിലെ തടവറയിൽ കഴിഞ്ഞു കൂടുകയാണ്. പൗലോസ് ഇപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള നിരാശ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് ഇത് കാരണമായി തീർന്നു. ആമേൻ. അനവധി ആളുകൾ, ആകമ്പടി പട്ടാളം മുഴുവൻ ഞാൻ യേശുവിൻ്റെ സാക്ഷിയാണെന്ന് മനസ്സിലാക്കി. പോരാ, എൻ്റെ സഹോദരന്മാരുണ്ടല്ലോ, എന്നെക്കുറിച്ച് കേട്ടവർ, ഞാൻ റോമിൽ വന്നിരിക്കുന്നവരറിഞ്ഞു. ആമേൻ. വന്നപ്പോഴേ തടവറയിലാണെന്ന് അവർക്ക് മനസ്സിലായി. അല്പം നിരാശയൊക്കെ അവർക്ക് തോന്നിയെങ്കിലും അവർക്കൊരു കാര്യം മനസ്സിലായി. റോമിലെ തടവറകളിൽ ധീരനായ പൗലൂസ് ആയിരങ്ങളെ മാനസാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാർ ധൈര്യം കൊണ്ട് യേശുവിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അവർ കർത്താവിൻ്റെ സാക്ഷികളായിക്കൊണ്ടിരിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, സാക്ഷികളാകുവാൻ തയ്യാറാകുന്നവർക്ക് നാം ധൈര്യം കൊടുക്കുന്നവരായിരിക്കണം. ആമേൻ. കർത്തൃ ശുശ്രൂഷയിൽ ആമേൻ ശക്തരായി നാം നിലകൊള്ളുമ്പോൾ അനേകർ നമ്മെ കണ്ട് സാക്ഷ്യത്തിന് വേണ്ടി പുറത്തു വരുവാനിടയായിത്തീരും. ആമേൻ. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. അനവധി ചെറുപ്പക്കാരെ കർത്താവിന് വേണ്ടി നേടുവാനുള്ള ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അതൊരു വലിയ ഭാഗ്യമായി കരുതുകയാണ്. കഴിഞ്ഞ ദിവസം മാങ്ങാനത്തുള്ളൊരു കൊച്ചുമോൻ, ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് നെടുങ്കുന്നത്തിനപ്പുറയാണ്. അദ്ദേഹം നിരന്തരം കൺവെൻഷൻ നടത്തുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കൺവെൻഷനിൽ പോയി പ്രസംഗിക്കുവാനിടയായി. ഞാൻ ആ മുഖവരെയും അദ്ദേഹത്തിൻ്റെ ജീവിത സാക്ഷിയോടെ പറയുകയുണ്ടായി. മാങ്ങാനത്ത് വടക്കുന്നില സഭയിൽ ഞങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് സുവിശേഷ പ്രസംഗം നടത്തും. ആമേൻ. ഒരു വേദി ആ കല്ലറയ്ക്കടക്കൽ ചിലമ്പ്ര കുന്നെന്ന് പറയുന്ന സ്ഥലത്തൊരു കല്ലറകൾ ഉണ്ട്. അതിൻ്റെ അവിടെയാണൊരു വേദി. ആ വേദിയിൽ പ്രസംഗിച്ചിട്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങി വരുമ്പോൾ ഈ സഹോദരൻ കല്ലറയ്ക്കകത്തുനിന്ന് ഇറങ്ങി വരികയാണ്. ഞാൻ പറഞ്ഞത്, അവൻ രക്ഷിക്കപ്പെട്ടു, വിശാലപ്പെടുത്തി, അവൻ ദൈവകൃപയിൽ വന്നു. ഇന്ന് അനവധിയായി കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടുന്നു. നമ്മുടെ ശുശ്രൂഷ മുഖാന്തരം ചിലരെ കർത്താവിന് വേണ്ടി മുൻപോട്ട് കൊണ്ടുവരുവാൻ കഴിഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്. റോമിൽ ആമേൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ, ഫിലിപ്പിയിലുള്ള വിശ്വാസികളെ, നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ തന്നെ ഫിലിപ്പിയിൽ റോമിലുള്ള സഹോദരന്മാർ ധൈര്യം കൊണ്ട് സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. കാരണം അവരെന്നെക്കുറിച്ച് കേട്ടു. ഞാനിന്ന് അനുഭവിക്കുന്ന വേദനകളും ആമേൻ അവർക്കൊരു മനസ്സിലായി. പൗലോസിന് അതൊരു വിഷയമേ അല്ല. കാരാഗ്രഹം ഒരു വിഷയമല്ല. കാരാഗ്രഹത്തിനകത്ത് സുവിശേഷം ജനിക്കുകയാണ്. കാരാഗ്രഹത്തിനകത്ത് ലേഖനങ്ങൾ ജനിക്കുകയാണ്. കാരാഗ്രഹത്തിനകത്ത് സഭയെ ഉറപ്പിക്കുകയാണ്. കാരാഗ്രഹത്തിനകത്ത് പ്രാർത്ഥന ശക്തിപ്പെടുകയാണ്. കാരാഗ്രഹത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് ഒരു ബന്ധനവും ഇല്ലാത്ത ഞങ്ങൾ എങ്ങനെ അടങ്ങിയിരിക്കുമെന്ന് പറഞ്ഞ് സഹോദരന്മാർ ധൈര്യം കൊണ്ട് യേശുവിനെ പ്രസംഗിക്കുവാനിടയായിത്തീർന്നു. നോക്കണേ, ആമേൻ. റോമിലെ കാരാഗ്രഹം ഒരു പരാജയമാണോ? ആമേൻ. ഇന്നും സുവിശേഷ വിരോധികൾ ആമേൻ സുവിശേഷത്തെ അടച്ചു കെട്ടുവാൻ, സുവിശേഷത്തിന് വേണ്ടി ശക്തരായി നിൽക്കുന്ന
ദൈവദാസന്മാരെ പീഡിപ്പിക്കുവാൻ ശക്തിയോടുകൂടെ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. ആമേൻ. എന്നാൽ ഞാൻ പറയട്ടെ, എത്ര കാരാഗ്രഹത്തിന്റെ അകത്തലങ്ങളിൽ സുവിശേഷത്തെ ഒതുക്കാൻ ശ്രമിച്ചാലും സുവിശേഷം ഒതുങ്ങുകയില്ല. കാരണം ഇത് യേശുവിന്റെ മാർഗമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈസ്റ്റർ കൊണ്ടാടി ലോകം മുഴുവൻ. ആമേൻ. മരണത്തെ ജയിച്ച്, ആമേൻ, റോമൻ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ച്, ആമേൻ, പുറത്തു വന്ന് കല്ലറയെ ഭേദിച്ച് പുറത്തു വന്ന ഒരുവനേ ഉള്ളൂ. അത് നസറേനായ യേശു ക്രിസ്തുവാണ്. മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, ഇന്നും ജയമെടുത്തുകൊണ്ടിരിക്കുന്നവൻ, ജീവിതങ്ങളുടെ അകത്തലങ്ങളിൽ രൂപാന്തരം നൽകുന്ന ഈ യേശു, ആമേൻ, അത് തോറ്റ മാർഗമല്ല, അത് പരാജയപ്പെട്ട മാർഗമല്ല. അതിനെതിരെ ശക്തിയോടെ പടപൊരുതിയ രാജാക്കന്മാരുണ്ട്, അതിനെതിരെ പൊരുതിയ ശക്തികളുണ്ട്. ആമേൻ. എന്നാൽ സുവിശേഷം ഇന്നും അജയ്യമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഈ സുവിശേഷത്തിന്റെ മാർഗം പരാജയപ്പെട്ടതല്ല. അത് വിളിച്ചു പറയുകയാണ് പൗലോസ്, എനിക്ക് ഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. അതുകൊണ്ട് ജീവിതത്തിൽ ഭവിക്കുന്ന ഒന്നും പരാജയമല്ലെന്ന് ദൈവമക്കൾ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുവാൻ ഈ ക്ലാസ് മുഖാന്തരം ഏവർക്കും ഇടയാക്കട്ടെ. ഈ പഠനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വചനം കേൾക്കുന്നവരെയൊക്കെ കർത്താവ് സഹായിക്കണമേ. പൗലോസിന്റെ ജീവിതത്തിൽ തന്റെ കാരാഗ്രഹം സുവിശേഷത്തിന് ഒരഭിവൃദ്ധിയായി മാറിയെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവിന് വേണ്ടി സ്ഥിരതയോടെ നിൽക്കുവാൻ ഏവർക്കും അവിടുന്ന് കൃപ ചെയ്യണമേ. ശുശ്രൂഷിപ്പാൻ കൃപ നൽകിയല്ലോ. ഇത് കേൾക്കുന്നവർക്ക് അനുഗ്രഹമാക്കി തീർക്കും. പുത്രനെ മഹത്വപ്പെടുത്തും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.